നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥിയായി വി രാജേഷിനെ BJP തിരഞ്ഞെടുത്തപ്പോൾ വലിയൊരു പ്രതിസന്ധി കൂടി മുന്നിൽ നിൽക്കുകയാണ്. BJPയുടെ പ്രമുഖ നേതാക്കളിൽ ഒരാളും അതുപോലെ കോർപ്പറേഷനിലെ കൗൺസിലറും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റുമായൊക്കെ തന്നെയുള്ള പ്രവർത്തന പരിചയമുള്ള രാജേഷിന് മുന്നിൽ വലിയൊരു പ്രതിസന്ധി തുറന്നുകൊടുത്തത് CPM ആണ്. കാര്യം 100 അംഗ കൗൺസിലിൽ BJPക്ക് 50 പേരുടെ പിന്തുണയുണ്ട്, 50 പ്രതിനിധിമാരുണ്ട്. പക്ഷേ അതിൽ 20 പേരെ നാളെ നഷ്ടപ്പെടും. 20 പേർക്ക് നാളെ വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ പോകും. അതിനുള്ള ഒരു പൂഴിക്കടകം തന്നെയാണ് CPM ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 30 എന്ന നിലയിലേക്ക് BJP എത്തുന്നു. സമാസമം LDFും ശക്തമായി തന്നെ കരുക്കൾ നീക്കും. UDFിൻ്റെ ഭാഗത്തു നിന്നും ഒരു വോട്ട് കിട്ടിയാൽ പോലും, സ്വതന്ത്രന്മാർ ആരെങ്കിലും പിന്തുണച്ചാൽ പോലും വളരെ എളുപ്പത്തിൽ തങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലാണ് ഇതിന് പിന്നിൽ LDF നോക്കിക്കാണുന്നത്. ഏറെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഉദ്വേഗഭരിതമായ ചില മണിക്കൂറുകളാണ് ഇനി കടന്നു പോകുന്നത്. കാരണം മേയർ തിരഞ്ഞെടുപ്പിൽ രാജേഷ് ജയിക്കണമെന്ന കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുമില്ല. സത്യപ്രതിജ്ഞാ വിവാദമാണ് ഇതിന് പിന്നിലുള്ള കാരണം. ദൃഢപ്രതിജ്ഞയോ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞയോ ചെയ്യേണ്ടതിന് പകരം പലയിടത്തും പലരും ദൈവങ്ങളുടെ പേര് പറഞ്ഞും ബലിദാനികളുടെ പേരെടുത്തു കാട്ടിയും ഒക്കെ തന്നെയായിരുന്നു സത്യപ്രതിജ്ഞ. ഇതിനെതിരെ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ റദ്ദാക്കുന്നതടക്കമുള്ള നിയമപ്രശ്നങ്ങൾക്ക് വഴി തുറന്നേക്കും. അതായത് ഇൻ ദ നെയിം ഓഫ് ഗോഡ്, അത് എല്ലാ ദൈവങ്ങളും ഉൾപ്പെടുമോ എന്നുള്ള ചോദ്യമാണ് ഇതിന് പിന്നാലെ ഉയർന്നത്. ശ്രീ പത്മനാഭസ്വാമി, അയ്യപ്പൻ, ഭാരതാംബ, ശ്രീനാരായണ ഗുരു, കമുകിൻകോട് ദുർഗ, ശ്രീകണ്ഠേശ്വരൻ, ആറ്റുകാലമ്മ, ഉദിയന്നൂരമ്മ, ബലിദാനികൾ തുടങ്ങി പല പേരുകളിലായിരുന്നു പലരും ഞായറാഴ്ച പ്രതിജ്ഞയെടുത്തത്. തിരുവനന്തപുരം കോർപ്പറേഷനിലായിരുന്നു ഇത്തരം സത്യപ്രതിജ്ഞ ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞത്. തിരുവനന്തപുരത്തിന് പുറത്ത് പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇത് സംഭവിച്ചെങ്കിലും ഭരണാധികാരികൾ അപ്പോൾ തന്നെ അത് തിരുത്തി വീണ്ടും പ്രതിജ്ഞ എടുപ്പിച്ചു. പക്ഷേ തിരുവനന്തപുരത്താകട്ടെ അത് സംഭവിച്ചില്ല. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ദൈവനാമം പറയുന്നതിനോ മുദ്രാവാക്യം വിളിക്കുന്നതിനോ ഒന്നും വിലക്കില്ല. പക്ഷേ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് സംസാരിക്കാൻ പാടില്ല. കോർപ്പറേഷനിലെ BJP കൗൺസിലർമാർ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തതിലെ ചട്ടലംഘനം തന്നെയാണ് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ മേയർ തിരഞ്ഞെടുപ്പിലെ വോട്ടുകളുടെ സാധുത തന്നെ CPM ചോദ്യം ചെയ്യുന്നത്. 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് CPM ജില്ലാ കളക്ടർക്കും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്കുമാണ് പരാതി കൊടുത്തിരിക്കുന്നത്. 20 പേരുടെയും ലിസ്റ്റും അവർ എവിടുത്തെ കൗൺസിലർമാരാണ്, അവർ എന്ത് ചൊല്ലിയാണ് സത്യപ്രതിജ്ഞ നടത്തിയത് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ സെക്രട്ടറി V ജോയിയും SP ദീപക്കുമാണ് പരാതി കൊടുത്തത്. നാളെ കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി നീങ്ങും. പഞ്ചായത്ത് രാജ് നിയമത്തിലെ 2ാം പട്ടികയിലും മുനിസിപ്പാലിറ്റി നിയമത്തിലെ 3ാം പട്ടികയിലും സത്യപ്രതിജ്ഞയ്ക്ക് നിശ്ചിത ഫോർമാറ്റ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ പറയുന്നത്. സത്യപ്രതിജ്ഞ ചെയ്ത അംഗം ഇത് ഒപ്പിട്ട് നൽകുകയും വേണം. എന്നാൽ ഇത് ലംഘിച്ചാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കാറില്ല സ്വാഭാവികമായി. പക്ഷേ പാർട്ടിയോ മറ്റോ ഇതുമ ഉന്നയിച്ച് മുന്നോട്ട് വരുമ്പോഴോ അതല്ലെങ്കിൽ പരാതിക്കാരുണ്ടാകുമ്പോഴോ ഇതിൽ നടപടി സ്വീകരിക്കാറുമുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട അംഗം 1 മാസത്തിനകം സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ അംഗം തന്റെ സ്ഥാനം സ്വമേധയാ ഒഴിഞ്ഞതായി തിരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രഖ്യാപിക്കാമെന്നും കൂടി ചട്ടത്തിലുണ്ട്. യേശുക്രിസ്തു, അള്ളാഹു എന്നീ പേരിൽ സത്യപ്രതിജ്ഞ ആകാമെന്ന ഹൈക്കോടതി വിധിയും നിലനിൽക്കുന്നുണ്ട്. സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ടാൽ നാളത്തെ മേയർ തിരഞ്ഞെടുപ്പിൽ ഈ 20 പേർക്ക് 50-ൽ 20 പേർക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യം ഉയരുന്നു. മുനിസിപ്പൽ നിയമപ്രകാരം നിശ്ചിത ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾക്ക് മാത്രമേ അധ്യക്ഷ, ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനോ അതിലേക്ക് വോട്ട് ചെയ്യാനോ സാധിക്കൂ. അങ്ങനെ വരുമ്പോൾ ഡെപ്യൂട്ടി മേയർ അടക്കം വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മുനിസിപ്പൽ നിയമത്തിൻ്റെ 3ാം ഷെഡ്യൂളിൽ ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ചട്ടമെന്നിരിക്കെ ദൈവങ്ങളുടെ പേര് പറഞ്ഞത് അസാധുവായി കണക്കാക്കണമെന്നാണ് V ജോയി പറയുന്നത്. നിയമപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യാത്ത അംഗങ്ങൾ നാളെ നടക്കുന്ന മേയർ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ യോഗ്യരാണോ എന്ന ചോദ്യം, അതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നം ഇതുതന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. പരാതിയിൽ കമ്മീഷൻ സ്വീകരിക്കുന്ന നിലപാട് മേയർ തിരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ നേരിട്ട് സ്വാധീനിക്കുമെന്നുള്ളതുകൊണ്ട് വരും മണിക്കൂറുകൾ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചേറെ നിർണായകമായ മണിക്കൂറുകൾ തന്നെയാണ്. 100 പേർ കൗൺസിലർമാർ, അതിൽ 50 പേർ BJP, CPMും കോൺഗ്രസും ഒരുപോലെ കട്ടയ്ക്ക് മത്സരിക്കുന്നു. LDFിനാകട്ടെ 29 പേർ,
കോൺഗ്രസിന് 19 പേർ, 2 സ്വതന്ത്രന്മാരും. അവർ ആരെ അനുകൂലിക്കുമെന്ന കാര്യം ഏറെ നിർണായകം തന്നെയാണ്. 20 പേരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെങ്കിൽ 80 പേരായി അംഗബലം ചുരുങ്ങും. കോൺഗ്രസിനായി മത്സരിക്കുന്ന ശബരിനാഥിന് 2 സ്വതന്ത്രന്മാർ വോട്ട് ചെയ്താൽ അവർക്ക് 21 വോട്ട്. ഇനി അവർ CPM-നാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് 31 വോട്ട്. അങ്ങനെ വരുമ്പോൾ BJPക്ക് 30 മാത്രം. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് BJP സ്ഥാനാർത്ഥി മേയറാവുക? ഉറപ്പായും തോൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. CPM തന്നെ വീണ്ടും കോർപ്പറേഷൻ പിടിച്ചടക്കും, CPM-ന് തന്നെ മേയർ ഉണ്ടാകും എന്നുള്ളതും യാഥാർത്ഥ്യം. ഇത്തരത്തിലൊരു കുതന്ത്രം തന്നെയാണ് LDF കെണിയൊരുക്കിയിരിക്കുന്നത്. അതായത് സ്വതന്ത്രന്മാർ എവിടെ നിൽക്കുമെന്നുള്ളത് വീണ്ടും നിർണായകമായി മാറുന്നു. എന്നാൽ 100 പേരും വോട്ട് ചെയ്താൽ BJPയെ സംബന്ധിച്ച് ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 50 പേരുടെ വോട്ട് അവർക്ക് നല്ലൊരു മുൻതൂക്കം നൽകുന്നുണ്ട്. 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്നാണ് ഇപ്പോൾ CPM-ന്റെ പ്രധാനപ്പെട്ട ആവശ്യം. 20 പോയാൽ വളരെ എളുപ്പത്തിൽ CPM-ന് ജയിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്കും കളക്ടർക്കുമൊക്കെ പരാതി കൊടുത്തു. ഇക്കാര്യത്തിൽ മേയർ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ കമ്മീഷൻ ഒരു തീരുമാനം കൈക്കൊള്ളും. അതെന്തായിരിക്കും എന്നുള്ളതാണ് ഉറ്റുനോക്കേണ്ടത്. 20 പേർ ചട്ടം ലംഘിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു എന്നതാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഒട്ടനവധി സുപ്രീം കോടതി വിധിയും നിലവിലുണ്ട്. ചട്ടം ലംഘിച്ച് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന കളക്ടർ തിരുത്തണമായിരുന്നു, അത് ചെയ്തില്ല. പരാതി ഉയർന്ന ഘട്ടത്തിൽ അവർക്ക് വേണ്ടി വീണ്ടും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനും കഴിയുമായിരുന്നു. പക്ഷേ അതും അവിടെ സംഭവിച്ചില്ല. ഈ സാഹചര്യത്തിൽ നിയമപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യാത്തവർക്ക് അംഗങ്ങളെന്ന നിലയിൽ എങ്ങനെയാണ് നാളെ വോട്ട് ചെയ്യാൻ കഴിയുന്നത്? അതിനുള്ള നിയമപരമായ അവകാശം അവർക്കുണ്ടോ? ഇത് ഗുരുതര ഒരു വിഷയമായി തന്നെയാണ് CPM ഉയർത്തിക്കാട്ടുന്നത്. R. സുഗതൻ, കരമന അജിത്, RC ബീന, P. സരിത, ദീപ S. നായർ തുടങ്ങി BJP അംഗങ്ങൾ പത്മനാഭസ്വാമിയുടെ നാമത്തിലാണ് പ്രതിജ്ഞ ചെയ്തത്. ബലിദാനികൾ അമരന്മാർ എന്ന് പറഞ്ഞാണ് വലിയവിള കൗൺസിലർ VG ഗിരികുമാർ പ്രതിജ്ഞ അവസാനിപ്പിച്ചത്. കുന്നുകുഴി കൗൺസിലർ മേരി പുഷ്പവും കരിമം കൗൺസിലർ GS ആശാനാഥും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത്. ഗുരുദേവൻ, ശ്രീകണ്ഠേശ്വര മഹാദേവൻ, ഇരിങ്കുളങ്ങര ദുർഗാ ഭഗവതി ദേവി, ഉദിയന്നൂർ ദേവി തുടങ്ങി ദേവപ്രതിഷ്ഠകളുടെ പേരിലും കൗൺസിലർമാരുടെ പ്രതിജ്ഞയുണ്ടായിരുന്നു. ഭീമാപ്പള്ളി കൗൺസിൽ സജീന ബീവി അള്ളാഹുവിൻ്റെ നാമത്തിലാണ് പ്രതിജ്ഞ ചൊല്ലിയത്. ഹൈക്കോടതി വിധി ഉള്ളതുകൊണ്ട് അത് ഒരു വിഷയമാകില്ല. രക്തസാക്ഷികൾക്ക് സിന്ദാബാദ് അർപ്പിച്ചാണ് ചെല്ലമംഗലം കൗൺസിൽ R. അരുൺ സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത്. ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തതിൽ തദ്ദേശ വകുപ്പിനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുപാട് പരാതി കിട്ടിയിട്ടുണ്ട്. ദൈവനാമത്തിൽ എന്നല്ലാതെ ദൈവങ്ങളുടെ പേര് പറയാനുള്ള ചട്ടമില്ല. ആ ഘട്ടത്തിൽ ഇവർ നടത്തിയിരിക്കുന്ന സത്യപ്രതിജ്ഞ അത് നിയമവിരുദ്ധമെന്നാണ് പറയുന്നത്. സത്യവാചകത്തിലില്ലാത്ത പേരുകൾ പറഞ്ഞുള്ള സത്യപ്രതിജ്ഞ നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ വീണ്ടും ഒരു ചടങ്ങ് നടത്താൻ ഉത്തരവുണ്ടാകും. അങ്ങനെ വന്നാൽ മേയർ തിരഞ്ഞെടുപ്പിനെ ആയിരിക്കും അത് ബാധിക്കുന്നത്. BJPക്ക് തന്നെ ആയിരിക്കും അത് തിരിച്ചടിയാകുന്നത്. ഇനി പഴയൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ 2001 അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട JSS നേതാവായിട്ടുള്ള ഉമേഷ് ചെള്ളിയിൽ ഗുരുദേവന്റെ പേരിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. 2003 ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു. ഭൂതാൽപര്യ ഹർജി അംഗീകരിച്ച ചീഫ് ജസ്റ്റിസ് ജയൽ ഗുപ്തയും ജസ്റ്റിസ് R. ബസന്തു അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് സത്യപ്രതിജ്ഞ അസാധുവെന്ന് വിധിച്ചു. സഭാംഗമാകാൻ വേണ്ടി ഉമേഷ് ചെള്ളിയിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും അതുവരെ സഭയിലിരുന്ന ഓരോ ദിവസത്തിനും പിഴ ഈടാക്കണമെന്നുമാണ് ഡിവിഷൻ ബെഞ്ച് വിധിച്ചത്. ഇതനുസരിച്ച് ഉമേഷ് ചെള്ളിയിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. പിഴയായി 41,000 രൂപ 2003 കോടതിയിൽ അടച്ചു. വിധിക്കെതിരെ അപ്പീൽ പോയെങ്കിലും സുപ്രീം കോടതി കേരള ഹൈക്കോടതി വിധിയെ ശരിവെച്ചു. ഈ സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് നിലവിൽ CPM പരിഗണിച്ചിരിക്കുന്നത്, പരിശോധിച്ച് പരാതിയായി സമർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പൂജപ്പുര വാർഡിൽ നിന്നാണ് VV രാജേഷ് വിജയിച്ചത്. ഇത്തവണത്തെ മേയർ സ്ഥാനാർത്ഥി വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുമുണ്ട്. സജീവമായ ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ BJPയുടെ മുഖമായി ശക്തമായി പ്രതികരിക്കുന്ന വ്യക്തിത്വം. രാഷ്ട്രീയ പരിചയസമ്പത്തും തലസ്ഥാന നഗരിയിലുള്ള സ്വാധീനവും രാജേഷിനെ എടുത്തുകാട്ടുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിൽ ചരിത്ര മുന്നേറ്റം നടത്താൻ BJP ശ്രമിക്കുമ്പോൾ പാർട്ടിയെ നയിക്കാൻ അത് VV രാജേഷ് തന്നെ വേണമെന്ന് നിരവധി നേതാക്കൾ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. നേരത്തെ മുൻ DGP R. ശ്രീലേഖയെ തന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. ആശാനാഥിനെയാണ് ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരിക്കുന്നത്. മേയറെ തീരുമാനിക്കുന്നതിൽ RSSന്റെ ഇടപെടലടക്കം ഏറെ നിർണായകമായി മാറി എന്ന് വേണം മനസ്സിലാക്കാൻ. R. ശ്രീലേഖയുടെ പേരടക്കം ഉയർന്നു വന്നെങ്കിലും RSSന്റെ പിന്തുണ രാജേഷിനായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.
ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.